തോരും മുമ്പേ സീരിയലിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ ബാലചന്ദ്രന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയതോടുകൂടി ഇനി വൈജയുടെ ഒരു കാര്യത്തിലും ഇടപെടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വന്നതുപോലെ തന്നെ വാലും ചുരുട്ടി തിരികെ സിംഗപ്പൂരിലേക്ക് മടങ്ങി പോവുകയാണ് രാജീവൻ. വളരെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും കൂടിയാണ് കേട്ടോ രാജീവൻ തിരിച്ചു പോകുന്നത്. വൈജയന്തി എത്ര നിർബന്ധിച്ചിട്ടും രാജീവൻ അവിടെ നിൽക്കാൻ തയ്യാറായില്ല. കാരണം അർഹിക്കുന്നതാണെങ്കിൽ കൂടിയും അത്രത്തോളം അപമാനമാണല്ലോ ബാലചന്ദ്രന്റെ കയ്യിൽ നിന്നും രാജീവന് കിട്ടിയത്. എന്നാൽ ശിവശങ്കര മേനോൻ നാട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രശ്നം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ വൈജയന്തി കൊല്ലപ്പള്ളിയിൽ വന്ന് നിൽക്കും. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ വൈജയെയും മക്കളെയും നോക്കേണ്ട ബാധ്യത തന്റെ തലയിലാകുമെന്ന് ശിവേട്ടന് നല്ല പേടിയുണ്ട്. അതിന്റെ കൂടെ കിട്ടിയ അവസരം പാഴാക്കാതെ കമലയും നന്നായിട്ട് എരികേറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ഗംഗാധര മേനോൻ മനുവിനെ വിളിക്കുന്നത്. വൈജയെ ഫോണിൽ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് തന്നെ വിവരങ്ങൾ അറിയാനായിട്ട് മനുവിനെ വിളിക്കുവാണ് അയാള്. പിന്നെ മനു ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ വല്യച്ഛ, എന്തൊക്കെയുണ്ട്? ഇവിടെ നിന്നങ്ങ് പോയിട്ട് ഒരു വിവരവുമില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഒന്ന് അന്വേഷിച്ചു പോലുമില്ലല്ലോ വല്യച്ഛൻ. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അങ്ങനെയല്ലട മനു, ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ചധികം ബിസി ആയിപ്പോയി. നാട്ടിൽ വന്നിട്ട് ഞങ്ങളൊരു യൂറോപ്യൻ ട്രിപ്പിലായിരുന്നു. നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു അത്. ഇതും കഴിഞ്ഞതാ ഞങ്ങൾ ഇന്നങ്ങ് എത്തിയതേ ഉള്ളൂ. അതിനിടക്ക് വൈജയെ വിളിക്കാൻ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചതാ. പക്ഷെ അപ്പോഴൊന്നും അവൾ ഫോൺ എടുത്തില്ല. അതാ പിന്നെ ഞാൻ നിന്നെ വിളിക്കാമെന്ന് വെച്ചത്. എന്തുണ്ട് അവിടെ വിശേഷം? ബാലചന്ദ്രന്റെ സ്റ്റാൻഡ് എങ്ങനെയാ? ഇപ്പോഴും വൈജയോട് അകൽച്ചയിൽ തന്നെയാണോ? അപ്പോൾ മനു പറയുന്നുണ്ട്, വല്യേച്ച അവിടുത്തെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. ഇതുപോലെയൊന്നുമല്ല, പ്രശ്നങ്ങൾ ഒന്നുകൂടി വഷളായി. വല്യച്ഛൻ പോയതിനു ശേഷം ആന്റി രാജീവ് കൊച്ചച്ഛനെ വിളിച്ചു വരുത്തി. കൊച്ചച്ഛനാണെങ്കിൽ ഹരിയെയും കൂട്ടിക്കൊണ്ടു ചെന്ന് അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി. അലീനയെ പിടിച്ചു വലിച്ച് റോഡിലേക്ക് ഇറക്കി വിട്ടു. അതോടെ അങ്കിളും ബാഗും എടുത്ത് ആ വീട്ടിൽ നിന്നും ഇറങ്ങി. അങ്കിളുടെ കൂടെ കൃഷ്ണമോളും ഇറങ്ങിപ്പോയി. പിന്നെ അവർ അലീനയെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ചു ദിവസം ഒരു റിസോർട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പദ്ധതി പൊളിഞ്ഞെന്നറിഞ്ഞപ്പോൾ കൊച്ചച്ഛൻ സ്ഥലം വിട്ടു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അങ്കിൾ അലീനയെയും കൂട്ടി കളപ്പാട്ടൂർ വീട്ടിലേക്ക് തിരിച്ചു വന്നു. മാത്രമല്ല വല്യച്ഛനറിയോ, അലീനയെ സ്വന്തം മകളായി പ്രഖ്യാപിച്ചു അങ്കിള്. അതോടെ ആന്റിയുടെ മൊത്തം കൺട്രോളും പോയി. പിന്നെ പറയണ്ടല്ലോ, ദശയെ കൊല്ലപ്പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അത് മാത്രമല്ല അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു. കേട്ട് അച്ഛൻ കൊച്ചച്ഛനെ വിളിച്ചു. എന്നിട്ട് രണ്ടാളും കൂടി നാട്ടിലെത്തി എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തുള്ള മുത്തശ്ശിയുടെ ആങ്ങളയില്ലേ രാവണി അച്ചാച്ചൻ, അദ്ദേഹത്തിന്റെ മക്കളെയും കൂടി വിളിച്ചു വരുത്തി. എന്നിട്ട് എല്ലാവരും കൂടി സംഘമായി കളപ്പാട്ടൂർ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നു. അവരെയും കൂടി കാണുമ്പോൾ അങ്കിൾ പേടിച്ച് അലീനയെ അവിടെ നിന്ന് ഇറക്കി വിടുമെന്നാ അവരൊക്കെ വിചാരിച്ചത്. പക്ഷെ അവരുടെ പ്രതീക്ഷയൊക്കെ പാടെ അസ്തമിച്ചു. സംഭവിച്ചത് നേരെ തിരിച്ചാ. അങ്കിളെ എല്ലാവരെയും വിരട്ടി ഓടിച്ചു എന്ന് മാത്രമല്ല, കൊച്ചച്ഛന്റെ ചെകിട്ടത്തിട്ടൊന്ന് പൊട്ടിക്കുകയും ചെയ്തു. അതോടെ കൊച്ചച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ ആകെ നാണം കെട്ടു. ഇനി ആ വീട്ടിലേക്ക് കടക്കില്ലെന്ന് പറഞ്ഞിട്ടാ കൊച്ചച്ഛൻ തിരികെ സിംഗപ്പൂരിലേക്ക് പോയത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറയുവാണ് മനു. കേട്ട് ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, എന്തൊക്കെയാ മനു അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇതുവരെ എന്നോട് ആരും ഇക്കാര്യം വിളിച്ചു പറഞ്ഞില്ലല്ലോ. ഇതിലേക്ക് കാണിച്ചു കൂട്ടുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ അവർക്ക്? അപ്പോൾ തന്നെ അവരെ വിലക്കിയാനല്ലോ. ഇതിപ്പോ എല്ലാവരും കൂടി ഒരു ഊരാ കുടുക്കാക്കി മാറ്റി വെച്ചിരിക്കുകയാണല്ലോ. അപ്പം മനു പറയുന്നുണ്ട്, എന്ത് പറയാനാ വല്യച്ഛ, നമുക്ക് പറയാനല്ലേ പറ്റൂ. മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ദൈവം അവർക്ക് കൊടുത്തിട്ടില്ലെന്ന് കരുതിയാൽ മതി. ഇങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് പറഞ്ഞിട്ടാണ് ആന്റി നിൽക്കുന്നത്. സത്യത്തിൽ അവിടുത്തെ പ്രശ്നം അലീനയൊന്നുമല്ല, അങ്കിളിനും ആന്റിക്കും ഇടയിൽ എന്തോ ഒരു ഗുരുതര പ്രശ്നം നടന്നിട്ടുണ്ട്. അലീനയെ മുൻനിർത്തിക്കൊണ്ട് ആ പ്രശ്നം ആരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് ശരിയാ മനു. അവർക്കിടയിലുള്ള പ്രശ്നം അലീനയല്ല. അത് തീരണമെന്നുണ്ടെങ്കിൽ വൈജയന്തി മനസ്സ് വെക്കണം. അവളുടെ അഹങ്കാരം തീർത്ത് ഒതുങ്ങിയേ പറ്റൂ. ബാലചന്ദ്രനോട് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ ഭാഗത്താണ് ന്യായം. അലീനയെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതിന് കൊടുക്കണം കയ്യടി. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ബാലചന്ദ്രനോട്. ലോകത്തൊരാൾക്കും അയാളെ പോലെയാകാൻ പറ്റില്ല. ഇനി എത്തേണ്ട കൈകളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നതെന്നൊക്കെ ഗംഗാധര മേനോൻ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, വല്യച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. വല്യച്ഛന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്കിടയിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വല്യച്ഛൻ അറിയാമെന്നാ. മനു, നിന്റെ സംശയം ശരിയാ, അതെനിക്കറിയാം. ഞാൻ എന്തായാലും ഉടനെ തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ട്. എന്നോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക്. ഞാൻ വെക്കുക. ബാക്കിയെല്ലാം നാട്ടിലെത്തിയതിനു ശേഷം പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഗംഗാധര മേനോൻ ഫോൺ കട്ട് ചെയ്യുവാണ്. കേട്ടപ്പോൾ മനുവിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും ആന്റി സ്വന്തം പെങ്ങളായിട്ട് കൂടി വല്യച്ഛൻ ബാലചന്ദ്രൻ അങ്കിളിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അച്ഛനും കൊച്ചച്ഛനും ആന്റിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്കിളിനെ സപ്പോർട്ട് ചെയ്യുന്നത് വല്യച്ഛനാ. ഇതിന് പിന്നിൽ എന്തായാലും തക്കതായിട്ടുള്ള ഒരു കാരണമുണ്ട്, അത് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ മനു. കാര്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് പിറ്റേ ദിവസം തന്നെ ഗംഗാധര മേനോനും മാലതിയും നാട്ടിലെത്തുന്നുണ്ട്. ഏറെ ചെല്ലുന്നത് കൊല്ലപ്പള്ളി വീട്ടിലേക്കാണ്. അവിടെയാണെങ്കിൽ ശിവശങ്കര മേനോനും മുത്തശ്ശിയും ഉണ്ടല്ലോ. ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെ കാണുന്നതും ശിവേട്ടനൊന്നും ഞെട്ടുന്നുണ്ട്.
ഗംഗേട്ടാ ഇതെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ യൂറോപ്യൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എന്ന് തിരിച്ചെത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന് തിരിച്ചെത്തിയതേ ഉള്ളൂ. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെയാ ശിവ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് മതിയായിരുന്നില്ലേ ഈ സാഹസം കാണിക്കലൊക്കെ? അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, അത് പിന്നെ ചേട്ടനെ ഞാൻ വിളിച്ചതാ, കിട്ടിയില്ല. പിന്നെ മോളെ വിളിച്ചു നോക്കിയപ്പോൾ അവളാണ് പറഞ്ഞത് നിങ്ങൾ യൂറോപ്യൻ ട്രിപ്പിന് പോയിരിക്കുകയാണെന്ന്. ജയന്തിക്കാണെങ്കിലോ ഈ പ്രശ്നം ഇപ്പോൾ തന്നെ തീർക്കണം. അപ്പോൾ പിന്നെ ഗംഗാട്ടൻ വരുന്നത് വരെ കാത്തിരിക്കാൻ മാർഗമില്ലല്ലോ. ഗംഗാധര മേനോൻ പരിഹാസത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ ഉണ്ടായേ? നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നോ? ഇല്ലല്ലോ, നടന്നില്ലെന്ന് മാത്രമല്ല പ്രശ്നങ്ങൾ ഒന്നുകൂടി വഷളാവുകയും ചെയ്തു. അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ ഗംഗേട്ട ഇതെല്ലാം ചെയ്തത്. നമ്മളുടെ പങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളല്ലേ അവളുടെ കൂടെ നിൽക്കേണ്ടത്. അവൾ നമ്മുടെ ഒരേ ഒരു പങ്ങളല്ലേ, അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ. അത് കേൾക്കുമ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ഇവിടെ പ്രശ്നം അലീന എന്ന് പറയുന്ന പെൺകുട്ടിയല്ല, പങ്ങള് തന്നെയാണ്. വൈജ ഒന്ന് ഒതുങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇപ്പോൾ അവിടെ. നിങ്ങളെക്കാൾ മുന്നേ ഇവിടെ എത്തി ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളാണ് ഞാൻ. എന്ന് എനിക്ക് മനസ്സിലായതാണ് അവിടുത്തെ പ്രശ്നം അലീനയല്ല വൈജയാണെന്ന്. ബാലചന്ദ്രൻ ഒരു ഹാർട്ട് പേഷ്യന്റ് കൂടിയാ. അതെന്താ നിങ്ങളെല്ലാവരും മറന്നു പോകുന്നത്? അയാൾക്കിപ്പോൾ ടെൻഷൻ കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. ബാലചന്ദ്രന് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ പങ്ങൾക്ക് തന്നെയല്ലേ നഷ്ടം. എന്തായാലും ഞാൻ വൈജയെ ഒന്ന് കാണുന്നുണ്ട്. കയ്യാങ്കളിയൊന്നും വേണ്ട, ഈ പ്രശ്നം രമ്യതയിൽ തീർക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നെല്ലാം ശിവനോട് പറഞ്ഞതിന് ശേഷം ഗംഗാധര മേനോൻ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഗംഗാധരനെ കാണുന്നതും മുത്തശ്ശിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. മോനെ നീ എത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇവിടെ സുഖാണോ? അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയ സുഖമല്ലേ, എനിക്ക് 3 ആൺമക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ കിടന്ന് നരകിക്കാനാ എൻ്റെ യോഗം. ആൺമക്കൾ മാത്രമല്ല, ഒരു മോളുണ്ട്, അവളും കണക്കാ. അവർക്കും അവരവരുടെ കാര്യം മാത്രം നടന്നാൽ മതി. അമ്മ ചത്താലെന്താ ജീവിച്ചാലെന്താ എന്നൊക്കെ പറയുമ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയില്ലമ്മേ, ഞങ്ങളെല്ലാം പല സ്ഥലത്തായി പോയില്ലേ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ യോഗ അത് അനുഭവിച്ചല്ലേ പറ്റൂ. എൻ്റെ കാര്യമൊന്നുമല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. നീ ആ വൈജയുടെ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കുക ഗംഗാധര. ഇവരെല്ലാവരും കൂടി അത് എന്തൊക്കെയോ ചെയ്ത് കുളമാക്കി വെച്ചിരിക്കുക. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ അത് അവളുടെ ജീവിതത്തെ തന്നെയല്ലേ ബാധിക്കുന്നത്? എന്താ ഈ മണ്ടന്മാർക്കൊന്നും മനസ്സിലാകാത്തത്? ഒരുത്തൻ അടി കിട്ടി വാലും ചുരുട്ടി തിരികെ ഓടി. വൈജയുടെ ഒരു കാര്യത്തിലും ഇടപെടില്ലെന്നും ഇനി ആ പടി ചവിട്ടില്ലെന്നും പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഇതാവുമെന്ന് കണ്ടറിയാമെന്നൊക്കെ പറയുമ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കണ്ട, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒത്തു തീർപ്പാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മ എന്തായാലും വിശ്രമിക്കെന്നും പറഞ്ഞുകൊണ്ട് ഗംഗാധര മേനോൻ അവിടെ നിന്ന് പോരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മനുവും എറണാകുളത്തിൽ നിന്ന് എത്തിയിട്ടുണ്ടാകും. ഗംഗാധര മേനോനെ കണ്ടു മനു ചോദിക്കുന്നുണ്ട്, അല്ല ഇതാരെ, വല്യച്ഛനോ? ഇത്ര പെട്ടെന്ന് വല്യച്ഛൻ ഇങ്ങോട്ട് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, വരേണ്ടി വന്നാൽ വന്നല്ലേ പറ്റൂ മനു. ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. മനു പറയുന്നുണ്ട്, ഓക്കെ വല്യച്ഛ, എനിക്കും വല്യച്ഛനോട് ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട്. ഏതായാലും നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് മനു അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അല്പസമയത്തിനകം മനു ഫ്രഷ് ആയിട്ട് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗംഗാധര മേനോനും മനുവും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ മനു ഗംഗാധര മേനോനോട് ചോദിക്കുന്നുണ്ട്, അല്ല വല്യച്ഛൻ ഈ പ്രശ്നം എങ്ങനെ ഒത്തുതീർപ്പാക്കാനാണ് ശ്രമിക്കുന്നത്? ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അറിയില്ല, പക്ഷെ നമുക്കിത് ഒത്തുതീർപ്പാക്കിയല്ലേ പറ്റൂ. ഇതിനാദ്യം വൈജ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. വൈജ മനസ്സ് വെച്ചാൽ മാത്രമേ ഈ പ്രശ്നം അവസാനിക്കുള്ളൂ. ബാലചന്ദ്രനോട് എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്നൊക്കെ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അതെന്താ വല്യച്ഛൻ അങ്ങനെ പറയുന്നത്? എൻ്റെ പണ്ടേ പിടിവാശിക്കാരിയാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്കിൾ അങ്ങനെ അല്ലായിരുന്നല്ലോ. അങ്കിളിനെ കാണാതായതിനു ശേഷം അങ്കിളിന് ഇത്രയും വലിയൊരു ചേഞ്ച് വന്നത്. ഒരു പൊടിക്ക് വാശി ഇപ്പോൾ അങ്കിളിനുമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്കിളുടെ ഭാഗത്തും ന്യായമുണ്ട്. അത് ആൻറ്റി മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നം തന്നെയേ അവിടെയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് മനുവും. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അയാളുടെ വാശിക്ക് അയാളുടേതായിട്ടുള്ള ന്യായമുണ്ട് മനു. സത്യം പറയാലോ, എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് അയാളെപ്പോലെ ഒരു വിശാല മനസ്കനായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. തരത്തിൽ പറഞ്ഞാൽ വൈജയ്ക്ക് അവളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ബാലചന്ദ്ര മേനോൻ. കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, വല്യച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ് പറയുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ വഴക്കിന്റെ മൂല കാരണം എന്താണെന്ന് വല്യച്ഛൻ അറിയാം. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാ മനു, ഇവിടെ വഴക്കിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ അത് അത്ര പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല. ഞാൻ ഒരാൾ വിചാരിച്ചാൽ ആ പ്രശ്നം ഒറ്റയ്ക്ക് തീർക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് നിന്റെ സഹായം വേണമെന്ന് ഞാൻ പറഞ്ഞത്. അതിനു മുമ്പ് നീ ചില കാര്യങ്ങൾ അറിയണം. കേൾക്കുമ്പോൾ പ്രശ്നം എന്തോ സീരിയസ് ആണെന്ന് മനുവിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഗംഗാധര മേനോൻ മനുവിനോട് ആ കാര്യം പറഞ്ഞു തുടങ്ങുവാണ്. എല്ലാവരും പറയുന്നുണ്ടല്ലോ അലീനയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന്. അത് ഒരു പരിധിവരെ ശരിയാണെന്നൊക്കെ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, വല്യച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അലീന എങ്ങനെയാ അവർക്കിടയിലെ പ്രശ്നമായി മാറുന്നത്? അവൾ അവിടെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ.
ഹോം നേഴ്സായി വന്ന് ആ വീട്ടിലെ സകല പണികളും എടുത്തു കൊടുത്തതാണോ അവൾ ചെയ്ത തെറ്റേ? കേൾക്കുന്ന ഗംഗാധര മേനോൻ മനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മനു, നീ കരുതുന്നത് പോലെ അവൾ ഒരു ഹോം നേഴ്സോ വേലക്കാരിയോ ഒന്നുമല്ല. അവൾക്ക് ആ വീടുമായിട്ട് നിങ്ങൾക്കൊന്നും അറിയാത്ത വലിയൊരു ബന്ധമുണ്ട്. ഒരിക്കലും ആർക്കും തകർക്കാൻ പറ്റാത്ത വലിയ ശക്തമായിട്ടുള്ള ഒരു ബന്ധം. കേൾക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ബന്ധോ? എന്ത് ബന്ധം? അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ഇത് നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ സത്യം ഇതാണ്, അലീന വൈജയന്തിയുടെ മകളാണ്. അവളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന കുട്ടി എന്നൊക്കെ പറയുമ്പോൾ മനു ഷോക്കായിട്ട് നിൽക്കുവാണ് കേട്ടോ. വല്യച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അവളെങ്ങനെയാ വൈജാന്റിയുടെ മകളാവുന്നത്? അങ്കിളുടെയും ആന്റിയുടെയും മൂത്ത കുട്ടി രോഹിത് അല്ലേ? എങ്ങനെയാ അലീന അവരുടെ മകളാകുന്നത്? കേൾക്കുമ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, എനിക്കറിയാം മനു, ഞാനിത് പറയുമ്പോൾ നിനക്ക് 100,000 സംശയങ്ങൾ ഉണ്ടാവുമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞതാണ് സത്യം. അലീന വൈജയന്തിയുടെ മകളാണ്. അവൾ പ്രസവിച്ച അവളുടെ സ്വന്തം മോള് വൈജയന്തി പ്രസവിച്ച മകളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൾ ബാലചന്ദ്രന്റെ മകളാണ് എന്നല്ല. ഇത് കേട്ടതും മനു ചോദിക്കുന്നുണ്ട്, വല്യച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പോൾ ഗംഗാധര മേനോൻ വീണ്ടും പറയുന്നുണ്ട്, മനു, നിങ്ങൾക്കാർക്കും അറിയാത്ത ഒരു പാസ്റ്റ് വൈജയന്തിക്കുണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിൽ അവൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടം. 10-22 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാ. ഞാൻ ആഗ്രയിൽ ആയിരുന്ന സമയം. അന്ന് വൈജയന്തി കുറച്ച് നാൾ അവിടെ വന്ന് താമസിച്ചായിരുന്നല്ലോ. അത് നിനക്കും ഓർമ്മയുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് നീയൊക്കെ കുഞ്ഞാണ്. അവൾക്ക് അവിടെ വെച്ചൊരു അഫെയർ ഉണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അഫെയർ. എൻ്റെ ജൂനിയർ ആയിരുന്നു കക്ഷി. അവളൊരു ക്രിസ്ത്യനാ. വലിയ തറവാട്ടുകാരൊക്കെ ആയിരുന്നു. ആ ബന്ധത്തെ എതിർത്തപ്പോൾ അവൾ ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. പിന്നീട് കുറച്ചു കാലം അവരൊരുമിച്ച് താമസിച്ചു. ആ സമയത്താണ് വൈജ് പ്രഗ്നന്റ് ആവുന്നത്. കുറച്ചു നാളുകൾക്ക് ശേഷം സ്റ്റാൻലി നാട്ടിലേക്കെന്നും പറഞ്ഞ് തിരിച്ചുപോയി. പിന്നീട് ഒരിക്കലും അവൻ തിരിച്ചു വന്നില്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞാനും അച്ഛനും കൂടി അവളെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. തിരുവനന്തപുരത്തുള്ള രാവണ്യ അമ്മാവൻ്റെ വീട്ടിലായിരുന്നു അവൾ കുറച്ചു കാലം താമസിച്ചിരുന്നത്. അവിടെ വെച്ച് തന്നെയായിരുന്നു അവളുടെ പ്രസവവും. പ്രസവത്തോടെ അവളുടെ കുഞ്ഞ് മരിച്ചു പോയെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടാണ് ബാലചന്ദ്രനെ കൊണ്ട് അവളെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചത്. പക്ഷേ സത്യം അതായിരുന്നില്ല. രാവണ്യ അമ്മാവനും അച്ഛനും കൂടി ആ പെൺകുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം എന്തോ അസുഖം ബാധിച്ച ആ കുട്ടി മരിച്ചു പോയെന്നാണ് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞത്. അത് കള്ളമായിരുന്നെന്ന് ഈ അടുത്ത് അലീനയെ കണ്ടതിന് ശേഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ടീച്ചർ അന്ന് പ്രസവിച്ച ആ കുഞ്ഞാണ് ഇന്ന് വളർന്നു വലുതായി നമ്മുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന അലീന എന്നെല്ലാം ഗംഗാധരൻ പറഞ്ഞു നിർത്തുമ്പോൾ മനു ഇതൊന്നും വിശ്വസിക്കാനാകാതെ ആകെ അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ. ഗംഗാധര മേനോൻ വീണ്ടും പറയുന്നുണ്ട്, അച്ഛൻ വെറുതെ അല്ല അത്രയും വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ പോലും നിന്നെയും കൂട്ടി കഴക്കൂട്ടത്ത് പോയി അലീനയെ കണ്ടത്. എൻ്റെ മരണശേഷം അവളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് നിന്നോട് വാക്ക് വാങ്ങിച്ചതും അലീന കൊച്ചുമകളായതുകൊണ്ടാ. ഈ സത്യങ്ങളൊക്കെ അലീനയ്ക്ക് അറിയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ബാലചന്ദ്രന് ഈ സത്യങ്ങളെല്ലാം അറിയാം. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ ആദ്യം ഓടിയെത്തിയത് തൻ്റെ അടുത്തേക്കാ. നീ ഓർക്കുന്നില്ലേ ബാലചന്ദ്രനെ കാണാതായ ആ ദിവസങ്ങള്? അന്ന് ബാലചന്ദ്രൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു നീലഗിരിയിൽ. അതിനുശേഷം അയാൾക്ക് അറ്റാക്ക് വന്നത്. സത്യങ്ങളെല്ലാം അയാൾ അറിഞ്ഞു. നമ്മളെല്ലാവരും അയാളെ ചതിച്ചു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് വൈജയന്തിയോട് ഇത്രയും അകൽച്ച. പക്ഷെ അലീനയോട് അയാൾക്ക് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടാണ് അയാൾ അവളെ സ്വന്തം മകളായിട്ട് അംഗീകരിച്ചത്. വൈജയന്തിയോടും അയാൾക്ക് സ്നേഹക്കുറവൊന്നുമില്ല. അല്ലായിരുന്നെങ്കിൽ അയാൾ ഈ കാര്യങ്ങളൊക്കെ എന്നോ വൈജയന്തിയുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞേനെ. അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത്, ബാലചന്ദ്രനോട് ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചോദിക്കാൻ സാധിക്കില്ലെന്ന്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാവുന്നതിന്റെ പരമാവധി അയാൾ ചെയ്തു കഴിഞ്ഞു. കൂടുതൽ ഇനി അയാൾ സഹിക്കണമെന്ന് പറയാൻ എനിക്കാവില്ല. അപ്പോൾ മനു പറയുന്നുണ്ട്, വല്യച്ഛൻ വിഷമിക്കേണ്ട. ആൻറ്റിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അറിയാതെയാണെങ്കിൽ പോലും സ്വന്തം മകളോട് തന്നെയാണല്ലോ ആൻറ്റി ഇത്രയും ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വല്യച്ഛൻ്റെ കൂടെ ഞാനും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ടെന്നൊക്കെ മനു പറയുമ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഗംഗാധര മേനോൻ. അത് പിന്നെ ഒന്നുമല്ല വല്യച്ഛ, അലീന എൻ്റെ ആൻറ്റിയുടെ മകളാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവളെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കണക്ഷൻ ഫീൽ ചെയ്തിരുന്നു. ഇപ്പോഴല്ലേ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത്. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അലീനയുടെ കൂടെ ഞാനും ഉണ്ടാകും. ഒന്നുമില്ലെങ്കിലും എൻ്റെ മുറപ്പെണ്ണല്ലേ അവളെന്നൊക്കെ പറയുമ്പോൾ ഗംഗാധര മേനോനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.